നമസ്കാരം, ഞാൻ സജിത്ത് ഓക്കെ, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഗവൺമെൻറ് ITI SCDD നീലേശ്വരം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ടേമിലുള്ള റൂഫ്സ് ആൻഡ് റൂഫ് കവറിങ്സ് എന്ന മോഡ്യൂളിൽ വരുന്ന ട്രസ്ഡ് റൂഫ് എന്ന ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഒന്നാം ഭാഗമാണ്. ഒബ്ജക്റ്റീവ്സ്. ആദ്യമായി നമ്മൾ ഈ ടോപ്പിക് പഠനത്തിലൂടെ ആർജിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡിഫൈൻ ട്രസ്ഡ് റൂഫ്. ട്രസ്ഡ് റൂഫിൻ്റെ നിർവചനം. എക്സ്പ്ലെയിൻ ദ മെയിൻ എലമെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ട്രസ്ഡ് റൂഫ്. ട്രസ്ഡ് റൂഫിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളും അവയുടെ ഫങ്ഷൻസ് അഥവാ ധർമ്മങ്ങളും നിർവചിക്കൽ. എക്സ്പ്ലെയിൻ ദ ബേസിക് ടൈപ്സ് ഓഫ് ട്രസ്സസ്. ട്രസ്സസിൻ്റെ ബേസിക് ടൈപ്സ് അഥവാ അടിസ്ഥാന തരംതിരിവിനെ കുറിച്ച് വിവരിക്കൽ എന്നിവയാണ് ആ ലക്ഷ്യങ്ങൾ. ഡെഫിനിഷൻ, നിർവചനം. ട്രസ്ഡ് റൂഫ്. ട്രസ്ഡ് റൂഫിൻ്റെ നിർവചനം. When the span exceeds 4.8 meter and when there are no inside supporting walls or partitions for the purlins, the framed structure known as the trusses are used to support the roof, which roof is called as trussed roof. എപ്പോഴാണ് റൂം സ്പാൻ 4.8 മീറ്ററിൽ കൂടുകയും അതുപോലെ പർലൻസിന് റെസ്റ്റ് ചെയ്യുവാൻ അകത്ത് സപ്പോർട്ടിംഗ് വാൾസ് അഥവാ ചുമരുകൾ അല്ലെങ്കിൽ പാർട്ടീഷൻ വാൾസ് ഇല്ലെങ്കിലോ നമ്മൾ റൂഫ് സപ്പോർട്ട് ചെയ്യുവാൻ അഥവാ താങ്ങി നിർത്തുവാൻ ട്രസ്സസ് എന്ന് പറയുന്ന ഫ്രെയിംഡ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നുവോ അത്തരം റൂഫ് അഥവാ മേൽക്കൂരയെ ട്രസ്ഡ് റൂഫ് എന്ന് പറയുന്നു. The spacing of trusses is generally 3 meter for wooden trusses. മരത്തിൻ്റെ ട്രസ്സസ് ആണെങ്കിൽ അവയുടെ സ്പേസിംഗ് അകലം സാധാരണ 3 മീറ്റർ ആയിരിക്കും. മെയിൻ എലമെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്. അടുത്തതായി പറയുന്നത് മെയിൻ എലമെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ട്രസ്ഡ് റൂഫാണ്. അതായത് ട്രസ്ഡ് റൂഫിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളും. ട്രസ്ഡ് റൂഫ്സ് മേ ബി കൺസിസ്റ്റ് ഓഫ് 3 elements. പ്രധാനമായും 3 ഘടകങ്ങളാണ് ട്രസ്ഡ് റൂഫിന് ഉള്ളത്. റാഫ്റ്റേഴ്സ് ടു സപ്പോർട്ട് ദ റൂഫിംഗ് എലമെൻറ്റ്സ് ഓർ മെറ്റീരിയൽസ്. റാഫ്റ്റേഴ്സ് അഥവാ കഴുക്കോൽ, ഇതിൻ്റെ ധർമ്മം റൂഫിംഗ് മെറ്റീരിയൽസ് അഥവാ മേൽക്കൂര മേയുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവയെ താങ്ങി നിർത്തുക എന്നതാണ്. പർലിൻസ് ടു പ്രൊവൈഡ് intermediate support to rafters. റാഫ്റ്റേഴ്സ് അഥവാ കഴുക്കോലുകൾക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഇടവിലുള്ള താങ്ങ് കൊടുക്കുക എന്നതാണ് പർലിൻസിൻ്റെ ധർമ്മം. പർലിൻസിനെ സാധാരണ റാഫ്റ്റേഴ്സ് തുളച്ചു പോകുന്ന പട്ടിക എന്ന് പറയാറുണ്ട്. ട്രസ്സസ് ടു ക്യാരി ആൻഡ് സപ്പോർട്ട് ദ റിഡ്ജ് പീസ് ആൻഡ് പർലിൻസ്. റിഡ്ജ് പീസ് അഥവാ മോന്തായത്തിനെയും പർലിൻസിനെയും വഹിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുക എന്നതാണ് ട്രസ്സസിൻ്റെ ധർമ്മം. സം ഇമേജസ് ഓഫ് ട്രസ്സസ്. ചില ചിത്രങ്ങൾ, ട്രസ്സസുകളുടെ ചില ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആദ്യത്തെ 2 ചിത്രങ്ങളും വുഡൻ ട്രസ്സുകളാണ് അഥവാ മരത്തിൻ്റെ ട്രസ്സുകളാണ്. അവസാനത്തെ ചിത്രം സ്റ്റീൽ ട്രസ്സാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്സസ്. ഇനി അടുത്തത് പല തരത്തിലുള്ള ട്രസ്സുകളെ കുറിച്ചാണ്, അഥവാ ട്രസ്സുകളുടെ തരംതിരിവുകൾ. അതിൻ്റെ പേരുകൾ ഓരോന്നായിട്ട് പറയുകയാണ്. കിങ് പോസ്റ്റ് ട്രസ്, ക്യൂൻ പോസ്റ്റ് ട്രസ്, കോമ്പിനേഷൻ ഓഫ് കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ്സസ്, മൻസാർഡ് ട്രസ്,
ട്രങ്കേറ്റഡ് ട്രസ്, ബെൽഫാസ്റ്റ് ട്രസ്, സ്റ്റീൽ ട്രസ്, കോമ്പോസിറ്റ് ട്രസ് എന്നിവയാണ് അവ. 1. കിങ് പോസ്റ്റ് ട്രസ്. നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒന്നാമത്തെ തരംതിരിവായ കിങ് പോസ്റ്റ് ട്രസ് ആണ്. അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ടൈ ബീം, ക്ലീറ്റ്, പർലിൻ, സ്പാർസ് അല്ലെങ്കിൽ കോമൺ റാഫ്റ്റർ, റിഡ്ജ് പീസ്, റൂഫിംഗ്, പ്രിൻസിപ്പൽ റാഫ്റ്റർ, വോൾ പ്ലേറ്റ് എന്നിവയാണ് പ്രധാനമായി നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇവ വിശദമായി റൂഫ്സ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. മെയിൻ പോയിന്റ്സ് ഓൺ കിങ് പോസ്റ്റ് ട്രസ്. കിങ് പോസ്റ്റ് ട്രസ്സിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ അല്ലെങ്കിൽ ആശയങ്ങളാണ് അടുത്തതായി പറയുന്നത്. ദ സെൻട്രൽ പോസ്റ്റ് കിങ് പോസ്റ്റ് ഫോംസ് എ സപ്പോർട്ട് ഫോർ ദ ടൈ ബീം. ടൈ ബീമിന് സപ്പോർട്ട് അല്ലെങ്കിൽ താങ്ങ് ആയാണ് മധ്യഭാഗത്തുള്ള കിങ് പോസ്റ്റ് നിൽക്കുന്നത്. ദ ഇൻക്ലൈൻഡ് മെമ്പർ നോൺ ആസ് ദ സ്ട്രട്ട് പ്രിവെന്റ് ദ പ്രിൻസിപ്പൽ റാഫ്റ്റർ ഫോർ ബെൻഡിങ് ദ മിഡിൽ. ഇൻക്ലൈൻഡ് മെമ്പറായ അല്ലെങ്കിൽ ചരിഞ്ഞു കൊടുത്തിരിക്കുന്ന മെമ്പറായ സ്ട്രട്ട് പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ മധ്യഭാഗം വളഞ്ഞു പോകുന്നത് തടയുന്നു. എ കിങ് പോസ്റ്റ് ട്രസ് ഈസ് സ്യൂട്ടബിൾ ഫോർ റൂഫ്സ് ഓഫ് സ്പാൻ varying from 5 meter to 8 meter. 5 മീറ്റർ മുതൽ 8 മീറ്റർ സ്പാൻ വരെയുള്ള റൂഫുകൾക്ക് കിങ് പോസ്റ്റ് ട്രസ് അനുയോജ്യമാണ്. Suitable joints are provided between the rafter and tie beam, between principal rafter and king post, between king post and tie beam, and at the ends of struts. റാഫ്റ്ററും ടൈ ബീമും ചേരുന്നിടത്തും പ്രിൻസിപ്പൽ റാഫ്റ്ററും കിങ് പോസ്റ്റും ചേരുന്നിടത്തും കിങ് പോസ്റ്റും ടൈ ബീമും ചേരുന്നിടത്തും സ്ട്രട്ടുകളുടെ അഗ്രഭാഗങ്ങളിലും അനുയോജ്യമായ ജോയിൻസ് കൊടുത്തിട്ടുണ്ട്. The joints are further strengthened by straps or bolts. ഈ ജോയിന്റുകളെല്ലാം തന്നെ കൂടുതൽ ബലപ്പെടുത്തുവാനായി സ്ട്രാപ്പുകളും ബോൾട്ടുകളും ഉപയോഗിച്ചിട്ടുണ്ട്. Trusses are placed at a center to center spacing of 3 meter. കിങ് പോസ്റ്റ് ട്രസ്സുകൾ 3 മീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്യുന്നത് അഥവാ ഉറപ്പിക്കുന്നത്. 2. ക്യൂൻ പോസ്റ്റ് ട്രസ്. നിങ്ങളിപ്പോൾ കാണുന്നത് ട്രസ്സിൻ്റെ രണ്ടാമത്തെ തരമായ ക്യൂൻ പോസ്റ്റ് ട്രസ്സാണ്. ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. സ്ട്രട്ട്, പ്രിൻസിപ്പൽ റാഫ്റ്റർ, ഷീറ്റിംഗ് ഓർ റൂഫ് കവറിംഗ്, റിഡ്ജ്, ക്യൂൻ പോസ്റ്റ്, സ്ട്രെയിനിങ് ബീം, സ്ട്രെയിനിങ് സിൽ എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയതായി കാണാം. മെയിൻ പോയിന്റ്സ് ഓൺ ക്യൂൻ പോസ്റ്റ് ട്രസ്. ക്യൂൻ പോസ്റ്റ് ട്രസ്സിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അടുത്തത്. ദിസ് ട്രസ് ഹാവിംഗ് 2 വെർട്ടിക്കൽ പോസ്റ്റ് നോൺ ആസ് ക്യൂൻ പോസ്റ്റ്. ഈ ട്രസ്സിൽ ക്യൂൻ പോസ്റ്റുകൾ എന്നറിയപ്പെടുന്ന 2 കുത്തനെയുള്ള വെർട്ടിക്കൽ പോസ്റ്റുകൾ ഉണ്ട്. The upper end of the queen posts are kept in position by means of a horizontal member known as straining beam. ക്യൂൻ പോസ്റ്റുകളുടെ മുകൾ ഭാഗത്ത് സ്ട്രെയിനിങ് ബീം എന്ന് അറിയപ്പെടുന്ന ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ട്. അത് ക്യൂൻ പോസ്റ്റുകളെ കൃത്യമായി പൊസിഷനിൽ നിർത്തുന്നു. A straining sill is introduced on the tie beam between the queen posts to counteract the thrust of struts. സ്ട്രട്ടുകളുടെ തള്ള് പ്രതിരോധിക്കുന്നതിനായി ക്യൂൻ പോസ്റ്റുകൾക്കിടയിൽ സ്ട്രെയിനിങ് സിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അഡീഷണൽ പർലിൻസ് ആർ സപ്പോർട്ടഡ് ഓൺ ദ ക്യൂൻ പോസ്റ്റ്. അഡീഷണൽ പർലിനുകൾ ക്യൂൻ പോസ്റ്റുകളിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. A queen post truss is suitable for roof of span varying from 8 meter to 12 meter. 8 മീറ്റർ മുതൽ 12 മീറ്റർ സ്പാൻ വരെയുള്ള റൂഫുകൾക്ക് ക്യൂൻ പോസ്റ്റ് ട്രസ് യോജിച്ചതാണ്.
suitable joints should be provided at all the connections. എല്ലാ കണക്ഷനുകളിലും അനുയോജ്യമായ ജോയിന്റുകൾ നൽകിയിട്ടുണ്ട്. Trusses are placed at a center to center spacing of 3 meter. ട്രസ്സുകൾ 3 മീറ്റർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 3. കോമ്പിനേഷൻ ഓഫ് കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ്സസ്. നിങ്ങൾ കാണുന്നത് ട്രസ്സസിൻ്റെ മൂന്നാമത്തെ തരമായ കോമ്പിനേഷൻ ഓഫ് കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ്സാണ്. രണ്ട് രീതിയിൽ ക്രമീകരിച്ച ഇത്തരം ട്രസ്സിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിങ് പോസ്റ്റ് ട്രസ്സിൻ്റെയും ക്യൂൻ പോസ്റ്റ് ട്രസ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ അഥവാ കൂടിച്ചേരലാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത്. പ്രിൻസസ് പോസ്റ്റ്, ക്യൂൻ പോസ്റ്റ്, സ്ട്രെയിനിങ് സിൽ, ടൈ ബീം, കിങ് പോസ്റ്റ്, സ്ട്രട്ട്, പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്നീ ഭാഗങ്ങൾ കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ സ്ട്രട്ട്, കിങ് പോസ്റ്റ്, പ്രിൻസിപ്പൽ റാഫ്റ്റർ, ക്യൂൻ പോസ്റ്റ്, ടൈ ബീം, പ്രിൻസസ് പോസ്റ്റ് തുടങ്ങിയവ കാണുന്നു. ഈ ട്രസ് കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. Main points on combination of king and queen post trusses. കോമ്പിനേഷൻ ഓഫ് കിങ് ആൻഡ് ക്വീൻ പോസ്റ്റ് ട്രസ്സിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. ദിസ് ട്രസ് ഈസ് ദ കൺവീനിയൻറ്റ് കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്വീൻ പോസ്റ്റ് ട്രസ്സസ്. ഈ ട്രസ് കിങ് പോസ്റ്റ് ട്രസ്സിൻ്റെയും ക്വീൻ പോസ്റ്റ് ട്രസ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ അഥവാ കൂടിച്ചേരൽ ആണ്. This truss is suitable for roof of span up to 18 meter. 18 മീറ്റർ സ്പാൻ വരെയുള്ള റൂഫുകൾക്ക് ഈ ട്രസ് യോജിച്ചതാണ്. For increasing the span suitability, that is 18 meter, the queen post truss is strengthened by one more upright members known as princess post on either side. 18 മീറ്റർ സ്പാൻ സ്യൂട്ടബിലിറ്റി ഇൻക്രീസ് ചെയ്യുവാനായി ഈ ട്രസ്സിൽ പ്രിൻസസ് പോസ്റ്റ് എന്ന കുത്തനെ കൊടുക്കുന്ന മെമ്പർ കൂടി രണ്ട് വശങ്ങളിലായി സ്ഥാപിച്ചതായി കാണാം. 4. മൻസാർഡ് ട്രസ്. നിങ്ങളിപ്പോൾ കാണുന്നത് മൻസാർഡ് ട്രസ് ആണ്. ഇത്തരം ട്രസ്സിൻ്റെ രണ്ട് രീതിയിൽ ക്രമീകരിച്ച ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ചിത്രങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന് രണ്ട് പിച്ചുകൾ അഥവാ ഇൻക്ലിനേഷൻ ഉണ്ട് എന്നതാണ്. ക്യൂൻ പോസ്റ്റ്, സ്ട്രട്ട്, കിങ് പോസ്റ്റ്, സ്ട്രെയിനിങ് ബീം, ടൈ ബീം എന്നിവയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നും കാണാം. ആദ്യത്തെ ചിത്രത്തിൽ കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ്സുകളുടെ ഒരു കോമ്പിനേഷൻ വ്യക്തമായി കാണാവുന്നതാണ്. മെയിൻ പോയിന്റ്സ് ഓൺ മൻസാർഡ് ട്രസ്. മൻസാർഡ് ട്രസ്സിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ 2-story truss with upper portion consisting of the king post truss and a lower portion of queen post truss. മുകൾ ഭാഗം കിങ് പോസ്റ്റ് ട്രസ്സിൻ്റെയും കീഴ്ഭാഗം ക്യൂൻ പോസ്റ്റ് ട്രസ്സിൻ്റെയും ക്രമീകരണമുള്ള രണ്ട് നിലകളുള്ള ഒരു ട്രസ്സാണ് മൻസാർഡ് ട്രസ്. Thus it is a combination of king and queen post trusses. അതുകൊണ്ട് ഇത് ഒരു കിങ് പോസ്റ്റ് ട്രസ്സിൻ്റെയും ക്യൂൻ പോസ്റ്റ് ട്രസ്സിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയാം. The Mansard truss has 2 pitches. മൻസാർഡ് ട്രസ്സിന് രണ്ട് പിച്ചുകൾ അഥവാ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ കോണളവുകൾ ഉണ്ട്. The upper pitch, that is king post truss portion, varies from 30 degree to 40 degree, and the lower pitch, that is queen post truss portion, varies 60 degree to 70 degree. കിങ് പോസ്റ്റ് ട്രസ് ഭാഗം അഥവാ മുകൾ നിലയിൽ 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയുള്ള പിച്ചും ക്യൂൻ പോസ്റ്റ് ഭാഗം അഥവാ താഴെ നിലയിൽ 60 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെയുള്ള കോണളവിലുള്ള പിച്ചുമാണ് കൊടുക്കാറ്. Summary.
അവസാനമായി സമ്മറി അഥവാ സംഗ്രഹം ആണ്. നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു രത്നച്ചുരുക്കം ആണ് പറയുവാൻ പോകുന്നത്. ഡെഫിനിഷൻ ഓഫ് ട്രസ്ഡ് റൂഫ്. ട്രസ്ഡ് റൂഫിൻ്റെ നിർവചനം. മെയിൻ എലമെൻറ്റ്സ് ഓഫ് ട്രസ്ഡ് റൂഫ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ട്രസ്ഡ് റൂഫിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളും. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റൂഫ് ട്രസ്സസ്. വിവിധ തരത്തിലുള്ള റൂഫ് ട്രസ്സുകൾ. ഇൻ ദി സെഷൻ പാർട്ട് 1 we discussed 4 types of 8 different types of trussed roofs. Remaining will be on part 2. ഇന്നത്തെ ഭാഗത്തിൽ, അതായത് പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 8 ഡിഫറെൻ്റ് റൂഫ് ടൈപ്സുകളിൽ 4 എണ്ണത്തെക്കുറിച്ച് മാത്രമാണ്. ബാക്കിയുള്ളവ അടുത്ത പാർട്ട് 2-ൽ നമുക്ക് പഠിക്കാം. നന്ദി, നമസ്കാരം.